ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഓർഡിനോ പ്രോജക്ട്സും റാസ്ബെറി പൈ പ്രോജക്ട്സും അതുപോലെ ഒരുപാട് DIY ഇലക്ട്രോണിക് പ്രോജക്ട്സും ചെയ്തിട്ടുണ്ടല്ലേ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടേതായ ഒരു കസ്റ്റം ഓർഡിനോ ബോർഡ് തന്നെ ഉണ്ടാക്കി. ഏറെക്കുറെ എല്ലാ പ്രോജക്റ്റുകൾക്കും അതിൻ്റെ സർക്യൂട്ട് നമ്മൾ വരച്ച് PCB ഡിസൈൻ ചെയ്ത് നമ്മുടെ പ്രോജക്റ്റ് നമ്മുടെ സ്വന്തം PCBയിലാണ് നമ്മൾ ചെയ്തതല്ലേ. നമ്മൾ മുമ്പും പറഞ്ഞായിരുന്നു, നമ്മുടെ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് PCB ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര പാടുള്ള കാര്യമല്ല. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു PCB ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്യാമോ എന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ PCB ഡിസൈൻ ചെയ്യുന്ന കംപ്ലീറ്റ് സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു PCB ഡിസൈനിങ് ടൂളാണ്. ഞാൻ എൻ്റെ പ്രോജക്റ്റുകൾക്ക് സാധാരണ യൂസ് ചെയ്യാറ് Altium എന്ന് പറയുന്ന PCB ഡിസൈനറാണ്. നമ്മുടെ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്ത് വരയ്ക്കാനും അതുപോലെ PCB ഡിസൈൻ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും സിമ്പിളായിട്ട് ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ടൂൾസ് ഉള്ള ഒരു അടിപൊളി സോഫ്റ്റ്വെയറാണ് Altium. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഒരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈസൻസ് ഫ്രീ ആയിട്ട് 6 മാസത്തേക്ക് കിട്ടും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഈ താഴെ കാണുന്ന ഗെറ്റ് ഫ്രീ ട്രയൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് ഒരു മെയിൽ വരും. ആ മെയിലിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഒരു സാധാ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയില്ലറിയാം, ലെഫ്റ്റ് സൈഡിലൊരു വിൻഡോ ഉണ്ട്, റൈറ്റ് സൈഡിലൊരു വലിയൊരു വിൻഡോ ഉണ്ട് അല്ലേ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോജക്റ്റുകളും അതിൻ്റെ ഫയൽസുമാണ്. ഈ കാണുന്നതെല്ലാം ഓരോ പ്രോജക്ട്സാണ്. ആ പ്രോജക്ട്സ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രോജക്റ്റിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് കാണാൻ പറ്റും. ഈ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയലിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അത് റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ ഓപ്പൺ ആയി വരും. ഇനി നമുക്കൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂവിൽ പോവുക, എന്നിട്ട് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മുടെ ഒരു പ്രോജക്റ്റിന് പേര് കൊടുക്കുക. ഓക്കെ, ഇനി ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലേ. ഇനി നമ്മുടെ പ്രോജക്റ്റിന് PCB ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് ഫയലാണ് ആവശ്യം. ഒന്ന് സ്കീമാറ്റിക്സ് ഫയൽ, സർക്യൂട്ട് വരയ്ക്കാനും, പിന്നെ ഒരു PCB ഫയൽ, PCB ലേഔട്ട് ഡിസൈൻ ചെയ്യാനും. ഓക്കെ, നമുക്കിനി ഈ 2 ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് ഏത് പ്രോജക്റ്റിലാണോ നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ന്യൂ ടു പ്രോജക്റ്റിൽ സ്കീമാറ്റിക്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ, ഒരു സ്കീമാറ്റിക്സ് ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PCB ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയലും കൂടെ ആവശ്യമുണ്ടല്ലേ. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മുടെ പ്രോജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ന്യൂ ടു പ്രോജക്റ്റ്, എന്നിട്ട് രണ്ടാമത് കാണുന്ന PCB ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഫയൽ നമ്മുടെ റൈറ്റ് സൈഡിലെ വിൻഡോയിൽ ഓപ്പൺ ആയി വരും. ലെഫ്റ്റ് സൈഡിൽ പ്രോജക്റ്റിൻ്റെ താഴെയും അങ്ങനെ ഒരു ഫയൽ പുതിയതായിട്ട് ജനറേറ്റ് ആവും. ഇനി നമുക്ക് സ്കീമാറ്റിക്സിനകത്ത് കമ്പോണൻസ് ആഡ് ചെയ്ത് തുടങ്ങാം. കാരണം അവിടെയാണ് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്നത് അല്ലേ. ഇനി കമ്പോണൻസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പോണൻസിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ കറക്റ്റ് കമ്പോണൻസ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഒക്ടോപാർട്ട് എന്ന് പറയുന്ന ഒരു ഫ്രീ സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒക്ടോപാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് സെർച്ച് എഞ്ചിനാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏത് കമ്പോണൻസിനെ പറ്റി വേണമെങ്കിലും അതിൻ്റെ മാനുഫാക്ചർ ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ അവൈലബിലിറ്റി, ഡിസൈൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രത്യേക റിക്വയർമെൻറ്റ്സ് ഉള്ള കമ്പോണൻസ് ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് കമ്പോണൻസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വാങ്ങാൻ പറ്റും. മാത്രമല്ല, ഈ കമ്പോണൻസ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ അതിൻ്റെ പർച്ചേസ് ലിങ്കും ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ഒരു ഓർഡിനോ ബോർഡിൻ്റെ പുതിയൊരു വേർഷനായിരിക്കും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാമല്ലേ, എല്ലാ ഓർഡിനോ ബോർഡിൻ്റെ ബ്രെയിനാണ് ഈ മൈക്രോ കൺട്രോളർ. നമ്മുടെ കേസിൽ അറ്റ്മെഗ 328 ആണ് നമ്മുടെ ഓർഡിനോ ബോർഡിൻ്റെ മൈക്രോ കൺട്രോളർ. നമ്മുടെ ഓർഡിനോ ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെയർ മിനിമം കോൺഫിഗറേഷൻ ഒരു അറ്റ്മെഗ 328 മൈക്രോ കൺട്രോളർ വേണം, ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ വേണം, 2 കപ്പാസിറ്റർ വേണം, റെസിസ്റ്റർ വേണം, അതുപോലുള്ള കുറച്ച് ബേസിക് കമ്പോണൻസും വേണം. അപ്പോൾ നമ്മൾ ബെയർ മിനിമം കോൺഫിഗറേഷനാണ് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം സ്കീമാറ്റിക്സിൽ പോവുക. എന്നിട്ട് മുകളിലത്തെ ടൂൾ ബാറിൽ പ്ലേസ് പാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ കണ്ടായിരുന്നില്ലേ. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. വിൻഡോയുടെ പേര് കമ്പോണൻസ് എന്നായിരിക്കും. ഇതിനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള എല്ലാ കമ്പോണൻസിൻ്റെ ലിസ്റ്റും വരും. അവിടെ നമുക്ക് സെർച്ച് ചെയ്ത് ഒരു കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ കമ്പോണൻസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. കണ്ടില്ലേ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പോണൻറ്റിന് താഴെയായിട്ട് ഫുട് പ്രിൻ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ക്യാൻവാസിൽ പ്ലേസ് ചെയ്യാവൂ.
നമുക്ക് ആദ്യത്തെ കമ്പോണൻ്റായ LED ആഡ് ചെയ്യാം. മുകളിലത്തെ സെർച്ച് ബാറിൽ LED എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ LEDസും നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള LED നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു LED കുഴപ്പമില്ല, ഇതിനകത്ത് ഫുട് പ്രിൻറ്റും ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിതിനെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്ലേസ് LED 1 എന്ന് പറയുന്ന മെനു സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ കഴ്സർ മാറിയിട്ടുണ്ട്, ഒരു LEDയുടെ സിമ്പിൾ ആയിട്ടുണ്ടല്ലേ. ഇത് നമുക്ക് ക്യാൻവാസിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു LED നമ്മുടെ ക്യാൻവാസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കമ്പോണൻ്റ് ആയിട്ടുള്ള റെസിസ്റ്ററിനെ ആഡ് ചെയ്യാം. നമുക്ക് റെസിസ്റ്റർ ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റെസിസ്റ്റേഴ്സും വരുമല്ലേ. ഓക്കെ, ഇത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിനെയും പ്ലേസ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്ലേസ് RES1 ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇനി ഈ ഒരു കമ്പോണൻറ്റിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പം 90 ഡിഗ്രി റൊട്ടേറ്റ് ആയിട്ടുണ്ടല്ലേ. തൽക്കാലം നമുക്കിതിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത കമ്പോണൻ്റായ Atmega 328 IC ഒന്ന് ആഡ് ചെയ്താലോ. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അല്ലേ, Atmega 328. ഓക്കെ, അയ്യോ, ഈ ഒരു ലൈബ്രറിയിൽ നമുക്ക് Atmega 328 അവൈലബിൾ അല്ല. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കമ്പോണൻസ്, അഡീഷണൽ മാനുഫാക്ചറേഴ്സിൻ്റെ കമ്പോണൻറ്റ് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ താഴെ കണ്ടില്ലായിരുന്നു മാനുഫാക്ചറർ പാർട്ട് സെർച്ച് എന്ന് പറയുന്ന ഒരു ലിങ്ക്, ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആൽറ്റിയത്തിൻ്റെ ലൈബ്രറിയിൽ ആ ഒരു കമ്പോണൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും അഡീഷണൽ മാനുഫാക്ചറേഴ്സിൻ്റെ ലൈബ്രറിയിൽ സെർച്ച് ചെയ്തിട്ട് ആ കമ്പോണൻറ്റ് ഡീറ്റെയിൽസ് എടുക്കും. ദേ കണ്ടില്ലേ, Atmega 328 ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു Atmega 328 IC നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഏതൊക്കെ മാനുഫാക്ചറിൻ്റെ ലൈബ്രറി അവൈലബിൾ ആക്കണം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ദേ ഇവിടെ കണ്ടില്ലായിരുന്നു ഗിയർ ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ദേ കണ്ടില്ലേ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് എല്ലാ മാനുഫാക്ചറേഴ്സിൻ്റെ പേരും അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള മാനുഫാക്ചറിനെ എനേബിൾ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മാനുഫാക്ചറിൻ്റെ ലൈബ്രറിയും കൂടെ ഇവിടെ സെർച്ച് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പോണൻസിനെ സ്കീമാറ്റിക്സ് ഫയലിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി കമ്പോണൻസും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 16 MHz ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണല്ലേ. ഓക്കെ, നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നും പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ക്രിസ്റ്റൽ ഓസിലേറ്റർ വരുന്നുണ്ടല്ലേ. ദേ ഈ കാണുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്ലേസ് ക്യാൻവാസിൽ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 2 കപ്പാസിറ്ററാണ്, സെറാമിക് കപ്പാസിറ്റർ. ഓക്കെ, സെറാമിക് കപ്പാസിറ്റർ ഒന്ന് സെർച്ച് ചെയ്യുക. ദേ ഒരുപാട് SMD കമ്പോണൻസ് വരുന്നുണ്ടല്ലേ. ഇവിടെയും വേണമെങ്കിൽ ഈ കാണുന്ന കമ്പോണൻസിന് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പ് കപ്പാസിറ്റർ വേണമെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് SMD അല്ലല്ലോ, ത്രൂ ഹോൾ അല്ലേ. അപ്പോൾ നേരെ താഴെ പോവുക, എന്നിട്ട് മൗണ്ടിനകത്ത് ത്രൂ ഹോൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതേ കണ്ടില്ലേ, ഏറ്റവും താഴെ ത്രൂ ഹോൾ. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ത്രൂ ഹോളും കാണിക്കുന്നുണ്ടല്ലേ. ഈ കാണുന്നത് ഒരു ത്രൂ ഹോൾ കമ്പോണൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫുട് പ്രിൻ്റ് ഒന്ന് നോക്കി നോക്കാം. കണ്ടില്ലേ, നമുക്ക് താഴോട്ട് ഒന്നുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഈ ഒരു കമ്പോണൻ്റ് നോക്കാം. ഇതും ത്രൂ ഹോളാണല്ലേ. നമുക്കപ്പോൾ ഈ ഒരു കമ്പോണൻറ്റിനെ ക്യാൻവാസിലേക്ക് ആഡ് ചെയ്യാം. പ്ലേസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കമ്പോണൻസിനെ സ്കീമാറ്റിക്സിൽ ആഡ് ചെയ്യുക. നമുക്ക് 2 കപ്പാസിറ്ററാണ് വേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെയർ മിനിമം കോൺഫിഗറേഷന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് എല്ലാം ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 5 വോൾട്ട് സപ്ലൈയും ഒരു ഗ്രൗണ്ട് കണക്ഷനുമാണല്ലേ. അതിന് വേണ്ടിയിട്ട് മേളിൽ ഒരു ഗ്രൗണ്ട് കണക്ഷൻ്റെ സിമ്പിൾ കണ്ടില്ലായിരുന്നോ, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേസ് +5 പവർ ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കഴ്സർ മാറിയല്ലേ. ഇത് നമ്മുടെ ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതുപോലെ ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേസ് ഗ്രൗണ്ട് പവർ പോർട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്യാൻവാസിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്യാൻവാസ് സൂം ഇൻ സൂം ഔട്ട് ചെയ്യണമെങ്കിൽ മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് മുകളിലോട്ടോ താഴോട്ടോ ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇനി നമുക്ക് ഈ കമ്പോണൻസിന് ഒരു പ്രോപ്പർ ഡെസിഗ്നേഷൻ കൊടുക്കാം. അതിന് കമ്പോണൻറ്റിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നൊരു വിൻഡോ വരും. അവിടെ നമുക്ക് ഡെസിഗ്നേറ്റർ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ റെസിസ്റ്റൻ്റെ ഡെസിഗ്നേഷൻ മാറ്റി R1 ആക്കിയല്ലേ. ഇനി LED-യുടെ ഡെസിഗ്നേഷൻ D?? മാറ്റി നമ്മൾ D1 ആക്കാം.
അതുപോലെ എല്ലാ കമ്പോണൻസിൻ്റെയും നമുക്ക് ഡെസിഗ്നേഷൻ മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി ഈ ഡെസിഗ്നേറ്ററിൻ്റെ താഴെ കമൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടായിരുന്നോ? അത് നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കമ്പോണൻറ്റിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കമൻറ്റിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ടൊരു ഐക്കൺ ഉണ്ട്. ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ചെയ്യുക. കണ്ടില്ലേ? ഇപ്പോൾ നമ്മുടെ കമ്പോണൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. കണക്ട് ചെയ്യാൻ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് വയർ ടൂൾ, 2 നെറ്റ് ലേബിൾ. ആദ്യം നമ്മൾ വയർ ടൂൾ വെച്ചിട്ട് കണക്ട് ചെയ്യാം. ആദ്യം ഈ ഒരു ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് കമ്പോണൻ്റ് ആണോ കണക്ട് ചെയ്യേണ്ട ആ ഒരു ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മൗസ് അനക്കുമ്പോൾ നമുക്കറിയാം ഒരു വയർ പ്ലേസ് ചെയ്യുന്നുണ്ടല്ലേ. എന്നിട്ട് നമുക്ക് ഈ ടെർമിനൽ ഏത് ടെർമിനലിലോട്ടാണോ കണക്ട് ചെയ്യേണ്ടത് ആ ടെർമിനൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റെസിസ്റ്ററിൻ്റെ ഒരു ടെർമിനലും LED-യുടെ ഫസ്റ്റ് ടെർമിനലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് നെറ്റ് ലേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞുതരാം. ഈ ടൂൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നെറ്റ് ലേബിൾ സെലക്ട് ചെയ്യുക. ഇനി പിൻ നമ്പർ 19 റെസിസ്റ്ററിൻ്റെ ഈ ഒരു ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ പിൻ നമ്പർ 19 ക്ലിക്ക് ചെയ്ത് ഒരു നെറ്റ് ലേബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ നെറ്റ് ലേബിളിന് ഒരു പേര് കൊടുക്കുക. നമുക്ക് LED പിൻ എന്ന് പേര് കൊടുക്കാൻ പറ്റും നെറ്റ് ലേബിളിന്. കണ്ടില്ലേ? ഇനി ഈ LED പിൻ എന്ന് പറയുന്ന നെറ്റ് ലേബിൾ റെസിസ്റ്ററിൻ്റെ ഒരു ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ റെസിസ്റ്ററിൻ്റെ ടെർമിനലിൽ നമ്മളൊരു നെറ്റ് ലേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസിനകത്ത് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് LED പിൻ സെലക്ട് ചെയ്യുക. 2 പിന്നിന് സെയിം നെറ്റ് ലേബിൾ നെയിം ആണെങ്കിൽ അത് ഫിസിക്കലി കണക്റ്റഡ് ആണെന്നാണ് അർത്ഥം. ഇത് പ്രത്യേകിച്ച് വലിയ സർക്യൂട്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ 2 ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കീമാറ്റിക്സ് ഫയലിനകത്ത് കമ്പോണൻസുകളെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിയുള്ള കമ്പോണൻസുകളെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്പീഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മുടെ ആർഡിനോ ബോർഡിൻ്റെ ബെയർ മിനിമൽ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ പവറപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ആർഡിനോ വർക്ക് ചെയ്യും. പക്ഷേ ഈ ആർഡിനോ ബോർഡിനകത്തേക്ക് നമ്മുടെ സെൻസർ മൊഡ്യൂൾസും ബാക്കി കമ്പോണൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കമ്പോണൻസ് ആഡ് ചെയ്തിട്ട് ഇത് ഒറിജിനൽ ആർഡിനോ പോലെ ആക്കാം. കണ്ടില്ലേ? ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടെ ഹെഡർ പിൻസും LEDസും സ്വിച്ചസും കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ ആർഡിനോ ബോർഡ് ശരിക്കുള്ള ആർഡിനോ ബോർഡ് പോലെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പരിചയപ്പെടുത്താം. ആൽറ്റിയം സബ്സ്ക്രിപ്ഷൻ്റെ കൂട്ടത്തിൽ തന്നെ ആൽറ്റിയം 365 എന്ന് പറയുന്നൊരു ഫീച്ചറും കൂടെ ഉണ്ട്. ആ ഒരു ഫീച്ചർ വെച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആൽറ്റിയം സോഫ്റ്റ്വെയറിൽ വരയ്ക്കുന്ന ഡിസൈനും ലേഔട്ടുകളും നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സിന് അവിടെ ഇരുന്നു കൊണ്ട് എഡിറ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫീച്ചർ. ഇനി നമുക്ക് ഇതിൻ്റെ PCB ലേഔട്ട് ഡിസൈൻ ചെയ്യാം. അതിന് ആദ്യം സ്കീമാറ്റിക്സ് ഫയൽ സേവ് ചെയ്യുക. അതിന് Ctrl+S പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്കീമാറ്റിക്സ് ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് PCBയിലോട്ട് ഈ കമ്പോണൻസിനെ ആഡ് ചെയ്യാം. അതിന് ആ ഡിസൈനകത്ത് പോയിട്ട് അപ്ഡേറ്റ് PCB ഡോക്യുമെൻറ്റ് ടു PCB ഫയൽ നെയിം കൊടുക്കുക. കണ്ടില്ലേ? ഇപ്പോൾ നമ്മുടെ കമ്പോണൻസും നെറ്റ്സും എല്ലാം ഇവിടെ കാണിക്കും. ഇനി വാലിഡേറ്റ് ചേഞ്ചസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കുക. ഒരു എററും ഇല്ലല്ലേ. ഇനി എക്സിക്യൂട്ട് ചേഞ്ചസ് കൊടുക്കുക. ഇപ്പോൾ PCB ഫയൽ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്ത എല്ലാ കമ്പോണൻസും PCB ഫയലിനകത്തേക്ക് ആഡ് ആവും. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ സ്കീമാറ്റിക്സിനകത്തുള്ള എല്ലാ കമ്പോണൻസും എല്ലാ കണക്ഷനും PCB ഫയലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു ഗ്രേ ഏരിയ ഉണ്ട്, ഒരു ബ്ലാക്ക് ഏരിയ ഉണ്ട് അല്ലേ. ബ്ലാക്ക് ഏരിയയാണ് ശരിക്കും നമ്മുടെ PCBയുടെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടേതായ ഒരു PCBയുടെ ഷേപ്പ് ഉണ്ടാക്കിയാലോ. അതിനകത്ത് ഈ ഡ്രോയിങ് ടൂൾസ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ലായിരുന്നോ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗ്രേ ഏരിയയിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പോണൻസും നെറ്റ്സും എല്ലാം ആ ഒരു റെക്റ്റാങ്കിളിനകത്ത് നിൽക്കണം. റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിനെ സെലക്ട് ചെയ്തിട്ട് ഡിസൈനിൽ പോയിട്ട് ബോർഡ് ഷേപ്പിൽ ഡിഫൈൻ ബോർഡ് ഷേപ്പ് ഫ്രം സെലക്റ്റഡ് ഓബ്ജക്ട്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ബ്ലാക്ക് ഏരിയ മാറിയല്ലേ. നമ്മളിപ്പോൾ വരച്ച് കൊടുത്ത റെക്റ്റാങ്കിളായി ബ്ലാക്ക് ഏരിയ. ഇനി നമ്മുടെ കമ്പോണൻസ് എല്ലാം ആ ഒരു ബ്ലാക്ക് ഏരിയയ്ക്കകത്തോട്ട് ആഡ് ചെയ്യുക. കണ്ടില്ലേ, നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. ഒരിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സിമം സ്പേസ് വേസ്റ്റ് ആവാത്ത രീതിയിൽ എല്ലാ കമ്പോണൻസിനെയും ഒന്ന് അറേഞ്ച് ചെയ്യുക. ഓക്കെ,
എല്ലാ കമ്പോണൻസും നമ്മൾ നല്ല കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, PCBയുടെ സൈഡ്. എല്ലാ PCBക്കും ഒരു ടോപ്പ് സൈഡും കാണും, ബോട്ടം സൈഡും കാണും അല്ലേ. ഇതിനെ നമ്മൾ ലെയർ എന്ന് പറയുന്നു, ടോപ്പ് ലെയറും ബോട്ടം ലെയറും. ചില PCBക്കകത്ത് ഇതിൻ്റെ ഇടയിലും ചില ലെയേഴ്സ് ഉണ്ടാവും. ഇനി നമ്മൾ ഓരോ കമ്പോണൻസും പ്ലേസ് ചെയ്യുന്നത് കറക്റ്റ് ലെയറിലായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ D5 PCB ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർട്ടീസിൽ ലെയർ കണ്ടില്ലായിരുന്നോ? ഇപ്പോൾ അത് ടോപ്പ് ലെയർ ആണല്ലേ. എന്ന് വെച്ചാൽ ഈ ഒരു PCBയിൽ ആ ഒരു കമ്പോണൻറ്റ് D5 എന്ന് പറയുന്ന കമ്പോണൻറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ടോപ്പ് ലെയറിലാണ്. ഇനി ആ കമ്പോണൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് PCBയുടെ താഴെ ആക്കണമെങ്കിൽ ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് ലെയറിൽ ബോട്ടം ലെയർ സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമുക്ക് നോക്കിയാലറിയാം കമ്പോണൻറ്റ് D5 മിറേഡ് ആയല്ലേ. നമുക്ക് തൽക്കാലത്തേക്ക് ടോപ്പ് ലെയറിൽ തന്നെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് റെഡിയല്ലേ. ഇപ്പോൾ നമ്മുടെ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ബോർഡിനകത്ത് നമ്മൾ കമ്പോണൻസ് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി റൗട്ടിങ്ങും കൂടെ ബാക്കിയുള്ളൂ. റൗട്ടിംഗ് ടൂൾസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല റൗട്ടിംഗ് ടൂൾസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഇൻട്രാക്റ്റീവ് റൗട്ടിംഗ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് എവിടെയാണോ റൗട്ട് ചെയ്യേണ്ടത് അവിടെ സൂമിൻ ചെയ്യുക. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഈ ഒരു റെസിസ്റ്ററും LED കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം റെസിസ്റ്ററിൻ്റെ ഒരു ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ വയർ ചെയ്തതുപോലെ തന്നെ ഒരു റൗട്ട് പ്ലേസ് ആവും. എന്നിട്ട് നമുക്ക് എവിടെയാണോ കണക്ട് ചെയ്യേണ്ടത് അവിടെ മൗസ് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളൊരു റൗട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്ററിൻ്റെ ഒരു ടെർമിനലും LEDയുടെ ഒരു ടെർമിനലും കണക്ട് ചെയ്യുന്ന ഒരു റൗട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ് നോക്കിയാൽ അറിയാം ഈ ഒരു റൗട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ലെയറിലാണല്ലേ. ഇത് ടോപ്പ് ലെയറിൽ മാത്രമല്ല, ബോട്ടം ലെയറിലാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ വരുന്ന ലെയറിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് റൗട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പ്രോസസ്സ് നമുക്ക് ബാക്കിയുള്ള കമ്പോണൻസിലും റിപ്പീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ റൗട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഗെയിം കളിക്കുന്ന പോലെയാണ്. കാരണം ഒരേ കളറിലുള്ള 2 റൗട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഷോർട്ടാവും. ഒരു ലെയറിൽ നമ്മൾ റൗട്ട് ചെയ്ത് പിന്നെ നമുക്ക് റൗട്ട് പ്ലേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ നമ്മൾ റൗട്ടിങ്ങിൻ്റെ ലെയർ മാറ്റിയിട്ട് റൗട്ട് ചെയ്യുക. റൗട്ടിങ്ങിൻ്റെ ലെയർ മാറ്റുന്ന സമയത്ത് റൗട്ടിൻ്റെ കളറും മാറും. ഡീഫോൾട്ടായിട്ട് ടോപ്പ് ലെയർ റൗട്ടിങ്ങിന് റെഡ് കളറും ബോട്ടം ലെയർ റൗട്ടിങ്ങിന് ബ്ലൂ കളറുമാണ്. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കമ്പോണൻസിനെയും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ റൗട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കമ്പോണൻസിന് ചുറ്റും കുറേ ബ്ലാക്ക് സ്പേസ് എക്സ്ട്രാ കിടപ്പുണ്ടല്ലേ. ബ്ലാക്ക് എന്ന് പറയുന്നത് ബോർഡിൻ്റെ സ്പേസ് ആണ്. നമുക്കത് ചെറുതാക്കാം. ബോർഡിൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിലെ നമ്പർ കീ 1 പ്രസ് ചെയ്തിട്ട് ബോർഡ് പ്ലാനിങ് മോഡിൽ പോവുക. എന്നിട്ട് ഡിസൈനകത്ത് മോഡിഫൈ ബോർഡ് ഷേപ്പ് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് നമ്മുടെ ബോർഡിൻ്റെ ഷേപ്പ് മാറ്റാവുന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പഴയ വ്യൂവിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്പർ കീ 2 പ്രസ് ചെയ്യുക. ഇനി വേണമെങ്കിൽ ഈ ടൂൾ ബാറിനകത്തുള്ള A ബട്ടൺ കണ്ടില്ലായിരുന്നോ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രിങ് ആഡ് ചെയ്യാൻ പറ്റും. സ്ട്രിങ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ടെക്സ്റ്റിനകത്ത് നമുക്ക് അതിൻ്റെ കണ്ടൻസ് മാറ്റാം. തൽക്കാലത്തേക്ക് റൂട്ട് സെറ്റ് ഒന്ന് കൊടുക്കാം. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവ് ചെയ്തിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു 3D വ്യൂ കാണണമെങ്കിൽ നമ്മുടെ കീബോർഡിലെ നമ്പർ കീ 3 പ്രസ് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് PCB ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലത്തെ ഒരുപാട് PCB പ്രോജക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.